ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ രാകേഷ് ബ്രഹ്മാനന്ദൻ കൂടി ഉള്ളൂ. നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ രാകേഷിനും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സദസ്സ് ഒന്നുകൂടെ ഒന്ന് ധന്യമാവും. ഈ ബ്രഹ്മാനന്ദന്റെ കാര്യം പ്രത്യേകിച്ചൊന്ന് അനുസ്മരിപ്പിക്കേണ്ട ഒരു കടമയുണ്ട് ഈ അവസരത്തിൽ. കാരണം ഇവിടെ യേശുദാസും ജയചന്ദ്രനും മലയാള സിനിമയിലെ ഗാന ശാഖ അടക്കി വാണ്ടിരുന്ന സമയത്ത് ഒറ്റ പാട്ടുകൊണ്ട് ഡിഫറൻ്റ് ആയ ഒരു വോയിസ് കൊണ്ട് നമ്മളെല്ലാം മനസ്സ് പിടിച്ച് കുലുക്കിയ ഒരു ഗായകനാണ്. ചിലപ്പോൾ ദാസേട്ടൻ പാടി ജയേന്ദ്രൻ പാടി അത്രയും പാട്ടുകൾ പാടാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ പാടിയ ഒരു പാട്ട് പോലും വേസ്റ്റ് അല്ല. എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ്. ഞാൻ ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയ പാട്ടുകൾ മാത്രം എനിക്ക് രാകേഷ് ഒരിക്കൽ തന്നിട്ട് ഞാനതിട്ട് കേൾക്കുമ്പോഴാണ് അറിയുന്നത് എല്ലാ പാട്ടും ഹിറ്റ് പാട്ടുകളാണ്, എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളാണ്, എല്ലാം ഡിഫറെൻറ്റ് പാട്ടുകളാണ്. വോയിസിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്ന ഗായകനാണ്. ഒരാവശ്യമില്ലാതെ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയ ഗായകനാണ്. കുറെ കാലം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഗായകനാണ്. യാതൊരു കാര്യമില്ലായിരുന്നു വിട്ടുപോയി എന്ന് പറഞ്ഞ പോലെ. അതെ, നമുക്കങ്ങനെ നല്ല ഒരുപാട് കാലത്ത് നമുക്ക് തന്നില്ല എന്ന് പറഞ്ഞ പോലെ ബ്രഹ്മാനന്ദൻ ചേട്ടൻ അകാലത്തിൽ നമ്മളെ വിട്ടുപോയ ഒരാളാണ്. പക്ഷേ നമുക്ക് ആശിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം രാകേഷിന്റെ അതേ ശബ്ദത്തിലൂടെ ബ്രഹ്മാനന്ദൻ ചേട്ടൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല, കാരണം ബ്രഹ്മാനന്ദൻ പോകാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ആ കാലത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞത് കറക്റ്റ്. ബ്രഹ്മാനന്ദന് പാടി കൊതി തീർന്നിട്ടില്ല, പ്രോഗ്രാം ചെയ്ത് കൊതി തീർന്നിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചൊരു പ്രോഗ്രാം പറഞ്ഞിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ തലേ ദിവസമാണ് മരിക്കണത്. അവസാനം ആ പ്രോഗ്രാം ഞങ്ങൾ ബ്രഹ്മാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഓർമ്മയിലേക്കാക്കി മാറ്റി. അല്ല, നമുക്ക് ഒരുപാട് പാട്ടുകൾ നന്നായിട്ട് തന്ന പോലെ തന്നെ ബ്രഹ്മാനന്ദൻ ചേട്ടൻ നമുക്ക് രാകേഷിനെയും കൂടെ തന്നിട്ട് പോയി. അതെ, അതുപോലുള്ള പാട്ടുകൾ ആ ഡിഫറൻ്റായ ശബ്ദത്തിൽ നമുക്ക് കേൾപ്പിക്കാനായിട്ട് നമുക്ക് രാകേഷിനെയും കൂടെ തന്നിട്ട് പോയി. അനശ്വരനായ ആ ഭാവഗായകൻ്റെ ശ്രീ ബ്രഹ്മാനന്ദൻ്റെ മകനായ രാകേഷ് ബ്രഹ്മാനന്ദനാണ് സംഗീത സമാഗമത്തിലെ അടുത്ത അതിഥി. ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ക്ഷണിക്കട്ടെ രാകേഷ് ബ്രഹ്മാനന്ദൻ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. രാഘവ മാസ്റ്ററുടെ ഒരുപാട് ഇഷ്ടപ്പെട്ട രാഗമാണിത് അല്ലേ? മഞ്ജുഭാഷിണി, ഓമനപ്പാട്ടുമായി ഒക്കെ ഈ രാഗത്തിലാണ് മാസ്റ്റർ ചെയ്ത പാട്ടുകളെല്ലാം നല്ല ഹിറ്റുമാണ്. ഈ പുതിയ സിംഗേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരുപാട് താല്പര്യം എടുത്തിരുന്നു അല്ലേ രാഘവ മാസ്റ്റർ? ബ്രഹ്മാനന്ദൻ ചേട്ടനും ഏറ്റവും കൂടുതൽ പാട്ടുകൾ കൊടുത്തിട്ടുള്ള അതിപ്പോ സാറിന്റെ കാര്യം തന്നെ പറയാം. വനച്ചേട്ടനെ കൊണ്ടുവരുന്ന കാര്യത്തിലും എന്നിട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും പോവാണെന്ന് വരെ വാശി പിടിച്ച ആളാണ്. പുതിയ പാട്ടുകൾ അത് മാഷ് മാത്രമേ പറയുള്ളൂ.